ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 2. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യതേ. വിജ്ഞാനസഹിതമായ ജ്ഞാനത്തെ ഞാനിതാ നിനക്കു പറഞ്ഞു തരുന്നു. യാതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റൊന്നറിയപ്പെടേണ്ടതായിട്ട് അവശേഷിക്കുന്നില്ല. ഇവിടെ സവിജ്ഞാനം ജ്ഞാനം, വിജ്ഞാനസഹിതമായ ജ്ഞാനത്തെ ദാ പറയാൻ പോകുന്നു എന്ന് ആ അറിവിൻ്റെ മേന്മയെ പുകഴ്ത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം ജ്ഞാനം എന്ന് പറയുമ്പോൾ ഗുരുവിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ച അറിവ്. വിജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ആനുഭവികമായ അറിവ്. അനുഭവികമായ അറിവ് സുദൃഢമാണ്, അത് പിന്നെ ഇളകുന്നില്ല, അത് പിന്നെ സംശയം ഉണ്ടാവുന്നില്ല. അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുക. അപ്പം ഇവിടെ വിജ്ഞാനസഹിതമായ അറിവ് എന്നാ പറഞ്ഞത്. അപ്പോൾ വിജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുഭവികമായ അറിവ് ആണ്. ആ അനുഭവികമായ എങ്ങനെയാണ് അത് അനുഭവത്തിൽ വരിക? ഒരാളൊരു വഴിക്ക് പോകുന്നു, അയാൾ മുന്നിൽ പോകുന്ന ഒരാൾ ഒരു പൊട്ടക്കിണറ്റിൽ വീഴുന്നത് കാണുന്നു. താനും ആ പൊട്ടക്കിണറ്റിൽ തന്നെ വീണിട്ട് അനുഭവം വരട്ടെ എന്ന് പറയണ്ട, മറിച്ച് എന്ത് വേണം? മറ്റേയാൾ വീണത് കണ്ട് അതിനെ ശരിക്കും ബുദ്ധിപൂർവം വിലയിരുത്തി തനിക്ക് തിരിഞ്ഞു പോവാൻ സാധിക്കും. അപ്പം തനിക്ക് തന്നെ അനുഭവങ്ങൾ വന്നോളണമെന്നില്ല, മറ്റുള്ളവരുടെ അനുഭവങ്ങളെ വിലയിരുത്തുന്ന ഒരാൾക്ക് ആ അറിവ് സുദൃഢമാകും, ആനുഭവികമാകും. തനിക്ക് അനുഭവം വന്നാലും വീണ്ടും വീണ്ടും വീണുകൊണ്ടേയിരിക്കുന്നവരുണ്ട്, തിരിച്ചറിയാത്തവരുണ്ട്. അതുകൊണ്ട് എനിക്കൊരുപാട് പ്രായമായി, ഞാൻ ഒരുപാട് അനുഭവമുള്ള ഒരാളാണ് എന്നൊക്കെ പലരും പറയുന്നേക്കാം. അതുകൊണ്ട് കാര്യമില്ല, അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ജീവിതത്തിൽ അനുഭവങ്ങളെ വിലയിരുത്തുന്നവന് അധികമൊന്നും അനുഭവം വേണ്ടി വരില്ല. അങ്ങനെ ഈ തുറന്നു വെച്ചൊരു വേദപുസ്തകം നമുക്കുണ്ട്, അത് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നതിനെ ശരിക്കും വിലയിരുത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ അറിവുണ്ടാകും. ആ വിജ്ഞാനസഹിതമായ അറിവ്, ആത്മജ്ഞാനം, ആ ആത്മജ്ഞാനത്തെ നേടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും നേടാനില്ല. ആ ആത്മബോധം സുദൃഢവും സ്വാനുഭവയുക്തവുമായി സാക്ഷാത്കൃതമാകുമ്പോൾ അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുക. അപ്പം ആ വിജ്ഞാനം അതിൽ കവിഞ്ഞ് പിന്നെ ഇവിടെ മറ്റൊരു അറിവില്ല. അതുകൊണ്ട് പറയും ആത്മലാഭാത് പരോലാഭ. ഏറ്റവും വലിയ അറിവ് തന്നെ നേടലാണ്. ലോകത്ത് മറ്റെന്ത് നേടിയാലും അതൊന്നും തനിക്ക് ശാശ്വതമായ ശാന്തിയെ നൽകുന്നില്ല. സുഖം ക്ഷോണീയനാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശർ നമ്മൾ. എല്ലാ ജീവജാലങ്ങളും ജനിച്ചു വന്നതെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ സുഖം വേണമെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ വരുന്നത്. അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സുഖം അന്വേഷിച്ച് ഈയാമ്പാറ്റകളെ പോലെ എന്ന് പറയുമ്പോൾ ഈയാമ്പാറ്റകൾ അഗ്നിയെ കണ്ട് മോഹിച്ച്, അഗ്നിക്ക് മോഹിപ്പിക്കാനുള്ള കഴിവുണ്ട്, ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട്
എന്തുണ്ട്? ആ അഗ്നിയെ കണ്ട് മോഹിച്ച് ആ ഈയാമ്പാറ്റകൾ അതിലേക്ക് ആവേശപൂർവം ചെന്ന് അതിൻ്റെ ചിറക് കരിഞ്ഞ് അതിന് പിന്നെ തിരിച്ചു പോരാൻ പോലും കഴിവില്ലാതെ അത് വട്ടം കറങ്ങി 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 നരകയാതന അനുഭവിക്കുന്നു. ഇതുപോലെ ബാഹ്യമായ സർവ വിഷയങ്ങളിൽ നിന്നും അതിൽ സുഖമുണ്ടെന്ന് വിചാരിച്ച് മനുഷ്യനും മറ്റു ജീവികളെ പോലെ അതിലുള്ള അല്പമായിരിക്കുന്ന സുഖത്തെ ഇച്ഛിച്ചുകൊണ്ട് മോഹിച്ചുകൊണ്ട് അങ്ങനെ ഓടുകയാണ്. ഓടിയിട്ടോ സുഖം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അയാൾ വീണ്ടും ദുഃഖപൂരിതമാകുന്നു. തൃപ്തി ലഭിക്കുന്നില്ല. കാരണം തൃപ്തി ആത്മലാഭത്തിൽ മാത്രമാണ്. തന്നിലാണ് തൃപ്തിയുള്ളത്. തന്നെ നേടുമ്പോഴാണ് ഏറ്റവും വലിയ ലാഭം. മറ്റൊന്നും ലാഭമല്ല, നഷ്ടമാണ്. പക്ഷെ ഈ ഒരു തിരിച്ചറിവില്ലാതെ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ യാതൊന്നും അറിഞ്ഞാലാണോ, യാതൊന്നും നേടിയാലാണോ, യാതൊരു അറിവുണ്ടായാലാണോ പിന്നെ ഒന്നും നേടേണ്ടതായിട്ടില്ലാത്തത്? ആ ഒരു പരമമായിരിക്കുന്ന ആ പരമേശ്വര തത്വജ്ഞാനത്തെ ഞാനിതാ നിനക്ക് പറഞ്ഞു തരാം എന്നാണ് ഈ 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ആ അറിവുണ്ടായാൽ പിന്നെ ഇവിടെ മറ്റൊന്നും അറിയപ്പെടേണ്ടതായിട്ട് ശേഷിക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും യാതൊന്നറിഞ്ഞാലാണോ തനിക്ക് ശാശ്വതമായ ശാന്തിയും ശാശ്വതമായ ആനന്ദവും ലഭിക്കുന്നത്, അത് നേടിയാൽ പിന്നെ തുച്ഛമായിരിക്കുന്ന സുഖങ്ങളുടെ പിന്നാലെ പോയി നെട്ടോട്ടമോടുന്നില്ല. ഏറ്റവും വലുത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ചെറുതിൽ പ്രസക്തിയില്ല, അതൊക്കെ തുച്ഛമാണ്. അതുകൊണ്ട് അന്യത് ജ്ഞാതവ്യം നവശിഷ്യതേ, അറിയപ്പെടേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഉപദേശിക്കാൻ പോകുന്ന അനുഭവയുക്തമായ അറിവ്, ആ പരമേശ്വര ജ്ഞാനം, ഈശ്വരൻ രണ്ടില്ല, ഈശ്വരൻ ഏകമാണ്. അതിനെയാണ് പരമേശ്വരൻ, അതിനു മുകളിൽ മറ്റൊന്നില്ലാത്തത് എന്നർത്ഥത്തിൽ പറഞ്ഞത്. ജഗതീശ്വരൻ, ചലനാത്മകമായതിന് മുഴുവൻ അടിസ്ഥാനമായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞത്. അതിനെ തന്നെയാണ് സർവേശ്വരൻ എന്ന് പറഞ്ഞത്, സകലേശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ പലതില്ല. ആ ഈശ്വരൻ തന്നിൽ നിന്ന് അന്യനുമല്ല, തന്നിൽ താനായിരിക്കുന്നതാണ്. അത് തന്നെയാണ് സർവത്തിലുള്ളത്. അപ്പൊ തന്നെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു, അറിയുന്നവനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീർന്നു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, എണ്ണുന്നവനെ എണ്ണിയാൽ, അറിയുന്നവനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവിൻ്റെ പരിസമാപ്തിയായി. അതുകൊണ്ട് യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ, ഹേ അർജുന, യാതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ നീ മോഹത്തെ പ്രാപിക്കുകയില്ല. മോഹത്തെ പ്രാപിക്കുന്ന ഒന്നും നിന്നെ മോഹിപ്പിക്കാൻ പോകുന്നില്ല. മോഹവലയത്തിൽ നീ പെട്ടുപോകുന്നില്ല. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാദികം തഥാ, യാതൊന്നിനെ ലഭിച്ചാൽ പിന്നെ മറ്റൊരു ലാഭത്തെയും അതിലധികമായി നീ മനസ്സിലാക്കുന്നില്ല. ആത്മലാഭാത് പരോ ലാഭോ നാസ്തി, ആത്മലാഭത്തേക്കാൾ വലിയ മറ്റൊരു ലാഭമില്ല. ഈ വാക്യങ്ങളൊക്കെ തന്നെ നേടാനാണ് പറയുന്നത്. അവനവനെ നേടൂ. തന്നിൽ താനായിരിക്കുന്ന ആ ആത്മലാഭത്തിൽ, ആ സ്വാനുഭവജ്ഞാനത്തിൽ, അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ തുച്ഛമായതിൻ്റെ പിന്നാലെ നമ്മൾ ഓടുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് കഴിയും, അത് മനുഷ്യന് കഴിയും, അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. ഈ ജ്ഞാനം ദുർലഭമാണ്. എന്തുകൊണ്ടത് ദുർലഭമായിരിക്കുന്നു? എല്ലാവരും തന്നെ നേടാനല്ല പോകുന്നത്, താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി പോവുകയാണ്. താൽക്കാലികമായ സുഖത്തിന് വേണ്ടി പലതിൻ്റെ പിന്നാലെ പോവുകയാണ്. അതുകൊണ്ട് ശാശ്വതമായ സുഖത്തെ, ശാശ്വതമായ ശാന്തിയെ നേടുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ജ്ഞാനം
ഈ സുദുർലഭമായിരിക്കുന്ന ഈ ജ്ഞാനം നേടുക എന്നുള്ളതിനെ വിസ്തരിക്കാൻ ഇതാ പോകുന്നു. അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം ഉള്ളത്. അതുകൊണ്ട് ഒരു ധ്യാനയോഗം ചെയ്യുന്ന സാധകനെ സംബന്ധിച്ച് മറ്റ് എന്തെന്ത് സുഖ ഭോഗങ്ങളെ ഇച്ഛിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന സാധനകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് ധ്യാനയോഗമാണ്. ആ ധ്യാനയോഗം വഴി വിവേക വൈരാഗ്യങ്ങൾ ഉണ്ടാവും, വിവേകോദിക്കും. മറ്റു വിഷയങ്ങളിലുള്ള തുച്ഛബുദ്ധി, അത് തുച്ഛമാണെന്നുള്ള ബുദ്ധി ഉണ്ടാവും. അങ്ങനെ പരമാത്മാവിൻ്റെ നേരെ തിരിയാൻ സാധിക്കും. ആ പരമാത്മാവ് എന്നുള്ളത് പുറത്തല്ല, അത് തന്നിൽ താനായിരിക്കുന്നതാണെന്നറിയും. അങ്ങനെയുള്ള ഉത്കൃഷ്ട സാധകര് അവരാണ് വേദാന്ത ശ്രവണത്തിന് അധികാരികളായിട്ടുള്ളവര്. അവര് പരമാത്മസ്വരൂപത്തിൽ അമർന്ന് ആത്യന്തിക ദുഃഖനിവൃത്തി സ്വരൂപമാകുന്ന മോക്ഷമാകുന്ന ദിവ്യാനുഭൂതി നേടുന്നു. അങ്ങനെയുള്ള ആത്മജ്ഞാനികൾ വിരളമാണ്. അതിന് കാരണം എല്ലാവരും താൽക്കാലികങ്ങളായ അവയെയാണ് തേടിപ്പോകുന്നത്. അതുകൊണ്ട് ഏതായാലും ആ ആത്മജ്ഞാനം, വിരളമായിരിക്കുന്ന ആത്മജ്ഞാനം ആരാണ് നേടുന്നത്, എന്തുകൊണ്ടാണത് സുദുർലഭമായത് എന്നതിനെ വിസ്തരിക്കാൻ പോവുകയാണ് മൂന്നാം ശ്ലോകത്തിൽ.